പ്രൈസ് ഗോഡ്. കർത്താവിന്റെ പരിശുദ്ധമേറിയ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ സമയത്തായിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. അസാധാരണമായ ദൈവിക വചനത്തിന്റെ വെളിപ്പാടിലേക്ക് നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ദൈവപ്രവൃത്തിയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ചില ദിവസങ്ങളായിട്ട് ഒരുപാട് പേരുടെ വിടുതലുകൾ ദൈവവചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ലൈവിലും തുടർന്നൊക്കെ കാണുന്നവർ വളരെ പ്രാർത്ഥനയോടെ നിങ്ങൾ ദൈവസന്നിധിയിലായിരിക്കുക. ഈ പ്രധാന ദിവസങ്ങളിൽ കർത്താവ് ഇടപെട്ടത് വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം ദൈവം നിങ്ങളെ കൊണ്ട് ദേശത്ത് ഒരു വിജയിക്കുന്ന ജീവിതം നിങ്ങളിലൂടെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ദാനിയേൽ പ്രവചനം 11-ാം അധ്യായം 32-ാമത്തെ വാക്യത്തിൽ നിന്ന്, എങ്കിലും ദൈവത്തെ അറിഞ്ഞ ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ഒരു വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് വളരെ വ്യക്തമായി ഈ പകലിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കാൻ പോകുകയാണ്. ഒരു അനുഗ്രഹിക്കപ്പെട്ട, ഒരു സാക്ഷ്യമുള്ള, ഉറപ്പുള്ള, ദൈവപ്രസാദമുള്ള ഒരു ജീവിതം നയിക്കണമെങ്കിൽ നാം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നാണ് ഈ തിരുവഴുത്തിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിലെ 66 പുസ്തകങ്ങളിലും അനേക ദൈവഭക്തന്മാരെ, ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട ദൈവദാസന്മാരെ, ന്യായാധിപന്മാരെ, പ്രവാചകന്മാരെ, രാജാക്കന്മാരെ, പുതിയ നിയമത്തിൽ ഒത്തിരി ആളുകളെ, അഭിഷിക്തരെ ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഏറ്റവും വലിയ മാതൃക അത് മറ്റാരുമല്ല, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. കരമുയർത്തി കർത്താവിനൊന്ന് സ്തുതിച്ചേ. നമുക്കറിയാം, എബ്രായലേഖനം 11-ലൊക്കെ വിശ്വാസവീരന്മാരുടെ വലിയ പട്ടിക തന്നെ കാണാം. അവർ വിശ്വാസത്താൽ ദൈവത്തിൽ ആശ്രയിച്ച് ചെയ്ത കാര്യങ്ങളൊക്കെ അസാധാരണമാണെങ്കിലും നമ്മൾ വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിന് മാതൃക എപ്പോഴും കർത്താവാണ്. എങ്കിലും ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് തിരുവെഴുത്തുകളിൽ ഒരു കന്മഷവും അല്ലെങ്കിൽ ഒരു പോരായ്മ പോലും ആരോപിക്കാത്ത പ്രിയ പുരുഷനായ ദാനിയേൽ, അദ്ദേഹത്തിന്റെ ജീവിതത്തോട് തുലനപ്പെടുത്തി ചില ആത്മീക സത്യങ്ങളെ നമ്മൾ മനസ്സിലാക്കാൻ പോകുകയാണ്. എങ്ങനെയെങ്കിലും ഒരു ജീവിതം നയിക്കാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. പിന്നെയോ ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച ദൈവ സൃഷ്ടിയുടെ മണിമകുടമായ മനുഷ്യൻ ക്രിസ്തു എന്ന പാറയ്ക്കകത്ത് അടിസ്ഥാനമിട്ട് ദൈവവചനപ്രകാരം ജീവിതം നയിക്കുവാൻ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇന്ന് ആത്മീകരുടെ ഇടയിൽ, പ്രാർത്ഥിക്കുന്നവരുടെ നല്ല ജീവിതം നയിക്കുന്നവർ ചുരുക്കമാണ്. അത് വളരെ വേദനാജനകമാണ്. എന്നാൽ ഈ പകലിൽ ഒരു നല്ല ജീവിതത്തിന്റെ ഉടമയായി തീരണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഈ ലൈവിൽ ഇരിപ്പുണ്ടെങ്കിൽ അവരെ അതിന് പ്രാപ്തനാക്കുന്ന ദൈവ സാന്നിധ്യവും ദൈവത്തിന്റെ ഇടപെടലും ഈ മണിക്കൂറിൽ നിന്റെ ലൈഫിലേക്ക് ദൈവം തുറന്നു വിടാൻ പോകുകയാ. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ വചനത്തിന്റെ ശക്തി ചില കുടുംബങ്ങളെ പണിതെടുക്കുകയാ. ദേശത്ത് അപമാനിക്കപ്പെട്ട്, ദേശത്ത് തല താഴ്ത്തിക്കൊണ്ട്,
ദൈവത്തെ അറിഞ്ഞിട്ട് വർഷങ്ങളായി മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്ന് തെളിയിക്കാൻ പറ്റാതെ ജീവിതത്തിന്റെ പരാജയം അനുഭവിക്കുന്ന ചിലരോട് ദൈവാത്മാവ് പ്രവചിക്കുകയാ. ഈ മീറ്റിംഗ് നീ വചന ശുശ്രൂഷ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ സാഹചര്യത്തെ മാറ്റിയിട്ട് ഒരു ഉറപ്പുള്ള, ഒരു സാക്ഷ്യമുള്ള, ഒരു അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തീയ ജീവിതം നിന്നിലൂടെ നയിക്കപ്പെടുക മാത്രമല്ല, ദേശത്ത് യേശു ജീവിക്കുന്നുവെന്ന് നീ തെളിയിക്കാൻ പോകുകയാ. വിശ്വാസമുണ്ടെങ്കിൽ ആമേൻ പറഞ്ഞ് കരമടിച്ച് ശരീരങ്ങളെ മനസ്സുകളെ വിട്ടുകൊടുത്ത് ലജ്ജ കൂടാതെ ദൈവത്തെ സ്തുതിച്ചോളണം. ഈ മണിക്കൂറുകളിൽ നിന്റെ തല ഉയർത്തുന്ന തരത്തിൽ ഒരു ദൈവ പ്രവൃത്തി അവിടെ സംഭവിക്കാൻ പോകുകയാ. ശമന ഘടക മനഗതുര ഭവിഷ്യസ്മനാദിയ. ഈ ലൈവിൽ ഇരിക്കുന്ന ചില പ്രിയപ്പെട്ടവരുടെ ആത്മാവ് പറയുക, വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിത്വമായി നിന്റെ കുടുംബവും മാറാൻ പോകുകയാ, നിന്റെ തലമുറ മാറാൻ പോകുകയാ. ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുമ്പോ തന്നെ വലിയ ദൈവിക ചലനം നിന്റെ കുടുംബത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നു. അപ്പോ ദാനിയേലിന്റെ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി ജീവിച്ച് വിജയിക്കാൻ കാരണമായി തീർന്ന ഒരു കാര്യം, ദാനിയേലിന്റെ ജീവിതത്തിന്റെ ഉറച്ച തീരുമാനമാണ്. ആമേൻ പറഞ്ഞേ. ഒരു ഉറച്ച തീരുമാനം ദാനിയേൽ എടുത്തത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ വിജയിക്കാൻ, കർത്താവിന് വേണ്ടി ശോഭിക്കുവാൻ ഒത്തിരി രാജാക്കന്മാർ തകർന്നിട്ടും അവരുടെ മഹത്വങ്ങൾ തകർന്നിട്ടും തകർന്നു പോകാതെ കൊട്ടാരങ്ങളിൽ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് ദാനിയേലിലൂടെ തെളിഞ്ഞെങ്കിൽ വിശ്വസിക്ക്. ഈ പകലത്തെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ ഉറച്ച തീരുമാനത്തിലേക്ക് ചിലരെ ദൈവം മാറ്റാൻ പോകുകയാണ്. പ്രാപിച്ച് വചനത്തിന്റെ ശക്തി ചിലരെ തൊടുക. ഇവിടെ ദാനിയേലിന്റെ ജീവിതത്തിൽ എടുക്കേണ്ട സമയത്ത് എടുക്കേണ്ടതുപോലെ കൃത്യ തീരുമാനങ്ങൾ എടുത്തത് കൊണ്ടാണ് താൻ വിജയിക്കുവാൻ സാധിച്ചത്. ഇന്നത്തെ ആത്മീയരുടെ ജീവിതത്തിൽ ഒരു ഉറച്ച തീരുമാനം എടുക്കാൻ അവർക്ക് പറ്റുന്നില്ല. പലപ്പോഴും അതുകൊണ്ട് അവർ പരാജയപ്പെട്ടു പോകുകയാ. എന്നാൽ ഇന്നത്തെ മീറ്റിംഗിൽ ചില വിഷയങ്ങളിൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ച് പലരും അടുക്കലേക്ക് പോയി ചോദിക്കുക, ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്നാൽ ദാനിയേൽ അങ്ങനെയല്ല. അവൻ ദൈവ സാന്നിധ്യത്തിൽ മുട്ടുമടക്കി അവനൊരു ഉറച്ച തീരുമാനമെടുത്തത് കൊണ്ട് അവന്റെ ജീവിതം വിജയിക്കുകയാ. നമുക്കറിയാം, ബെൽസസിന്റെ കാലത്തും നെബൂഖദ്നേസറിന്റെ കാലത്തും ബെൽസസറിന്റെ കാലത്തും ദാരിയവേശിന്റെ കാലത്തും കോരേശിന്റെ കാലത്തൊക്കെ രാജാക്കന്മാർ പലരും മാറി മാറി വന്ന് മരിച്ച് മാറ്റപ്പെട്ടിട്ടും ദാനിയേൽ ആ കൊട്ടാരത്തിൽ ദീർഘായുസ്സായിട്ടിരുന്ന് പ്രവചിച്ചെങ്കിൽ ഈ പകലത്തെ മീറ്റിംഗിൽ എടുക്കേണ്ട തീരുമാനങ്ങൾ ദൈവ സാന്നിധ്യത്തിൽ നീ എടുക്കാൻ പോകുകയാ. എന്ത് ചെയ്യണം? എന്റെ മക്കളുടെ കാര്യത്തിൽ, ഭാവിയുടെ കാര്യത്തിൽ, ജോലിയുടെ കാര്യത്തിൽ, ആത്മീക ശുശ്രൂഷയുടെ കാര്യത്തിൽ എന്ത് ചെയ്യണം എന്നറിയാതെ ഭാരപ്പെട്ടു പോകുന്ന ചിലരെന്നെ കേൾക്കുന്നു. ഒരു ഉറച്ച തീരുമാനത്തിലേക്ക് ഈ ദിവസം നിന്നെ ദൈവം നയിക്കാൻ പോവാ. കരമടിച്ച ആമേൻ പറഞ്ഞ് സ്വീകരിച്ച് മൗനമായിട്ടിരിക്കാതെ ശക്തിയോടെ ശബന ഘടകസ്മരാദിയ വൈഡ പ്രവചന ശിഖമന ഘടകൽക്കമാനിയ. ഇവിടെ ദാനിയേലിന്റെ ജീവിതത്തിൽ ചില പ്രതികൂലമായ സാഹചര്യങ്ങൾ വന്നു. എന്ത് തീരുമാനമെടുക്കണമെന്ന് താൻ ആരുടെ അടുക്കലും പോയില്ല ചോദിച്ചോണ്ട്. തീരുമാനമെടുക്കണമെന്ന് ആരോടും ചോദിച്ചില്ലെന്ന് മാത്രമല്ല, മറിച്ച് ഉറച്ച തീരുമാനമെടുക്കേണ്ട സമയമായപ്പോൾ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ മുട്ടുകുത്തി
എന്നിട്ട് തീരുമാനമെടുത്തു. അങ്ങനെയെങ്കിൽ ജീവിതത്തിന്റെ അകത്ത് ഒരു ഉറച്ച തീരുമാനമെടുക്കുവാൻ കഴിയാതെ ഭാരപ്പെടുന്ന ചിലരിതിനകത്തുണ്ട്. ഈ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ ആത്മാവ് ചില സഹോദരിമാരെ തൊടുവാകട്ടോ. ഈ വചനം ദൈവത്തിന്റെ സന്നദ്ധിയിൽ മുട്ടുമടക്കിക്കോ. ദൈവാത്മാവ് നിന്നെ സഹായിക്കാൻ പോവുക. കൃത്യമായൊരു തീരുമാനം എടുക്കേണ്ട സമയമായി. ചില ലൈഫിൽ അത് പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കാൻ പോവുക. നീ ആരോടും ആലോചന ചോദിക്കണ്ട. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ഇരിക്കെ പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കാൻ പോകുക. കരമടിച്ച് ആമേൻ പറഞ്ഞു, ആമേൻ പറഞ്ഞു. കുഞ്ഞുങ്ങളുടെ ഭാവിയെ കുറിച്ച് എന്ത് തീരുമാനമെടുക്കണം എന്നറിയാതെ ഭാരപ്പെടുന്ന അമ്മമാർ ഇതെന്നെ കേൾക്കുന്ന കർത്താവ് പറയുന്നു, നീ ദൈവ സാന്നിധ്യത്തിൽ മുട്ടുമടക്കിക്കോ. ഈ മീറ്റിംഗ് കഴിയുമ്പോൾ ഒരു തീരുമാനത്തിലേക്ക് ദൈവം നിന്നെ എത്തിക്കാൻ പോവുക. ശുശ്രൂഷ ചെയ്യണോ അതോ ജോലിക്ക് പോകണോ എന്നറിയാതെ ഭാരപ്പെടുന്ന ചിലര് ഈ ലൈവിൽ ഇരിപ്പുണ്ട്. കർത്താവിനോട് വ്യക്തമായി പറയുന്നു, ഈ മീറ്റിംഗിൽ പരിശുദ്ധാത്മാവിൽ നീ ആശ്രയിച്ചോ. മനുഷ്യന്റെ മുമ്പിൽ മുട്ടുകുത്തണ്ട. ദൈവ സാന്നിധ്യത്തിൽ ഒരു ദാനിയേലിനെ പോലെ മുട്ടുകുത്തുന്നെങ്കിൽ ആത്മാവ് നിന്നെ സഹായിക്കാൻ പോകയാ. യേശുവിന്റെ നാമത്തിൽ ഒരു വലിയ ദർശനം നീ കാണാൻ പോകയാ. യേശുവിന്റെ നാമത്തിൽ ഒരു വലിയ തീരുമാനത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിന്നെ നയിക്കാൻ പോകയാ. ഈ പകൽ തൊട്ട് നിന്റെ ക്രിസ്തീയ ജീവിതത്തിന്റെ ലെവല് മാറാൻ പോകയാ. ശമന ഘടക ജഗതന വൈഡ പ്രവചന കരമടിച്ച് ആമേൻ പറഞ്ഞ് കർത്താവിനെ സ്തുതിച്ചോ. ഈ മണിക്കൂറിൽ യേശുവിന്റെ സ്പർശനം നിനക്കുണ്ടാകുക. നിൽക്കുന്ന രാജ്യത്തുനിന്ന് മാറണമോ, എന്താ ചെയ്യേണ്ടെന്നറിയാതെ ഉറച്ച തീരുമാനമെടുക്കാതെ ഭാരപ്പെടുന്ന ചിലര് കർത്താവ് പറയുന്നു, ഈ ദിവസം പരിശുദ്ധാത്മാവ് നിന്നോട് ഇടപെടും. ഒരു ഉറച്ച തീരുമാനം കർത്താവ് നിന്നിലൂടെ എടുക്കത്തക്കവണ്ണം ഇടപെടാൻ പോകയാ. ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്തു. ചിലര് വിജയിക്കാൻ പോകയാ. വലിയ സാക്ഷ്യമുള്ളവരായി മാറാൻ പോകയാ. ഉറപ്പുള്ളവരായി മാറാൻ പോകയാ. നീ വലിയ വിജയത്തിലേക്ക് കയറാൻ പോകയാ. പ്രവചന ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ തലയ്ക്കകത്തൊരു ഭാരപ്പെടുത്തി, ഒരു മന്ദത പിടിപ്പിച്ച് അസ്വസ്ഥപ്പെടുത്തുന്ന ചില വേദനകളെ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകുന്നു. കർത്താവിന്റെ സ്പർശനം നടക്കുന്നു. വചനം ഒരു ദൂതായി വെളിപ്പെടുക. വചനത്തിന്റെ അകത്ത് നിനക്കുള്ള സൗഖ്യമുണ്ട്, നിനക്കുള്ള വിടുതലുണ്ട്. വചനത്തിന്റെ അകത്ത് ശക്തിയുണ്ട്, വചനത്തിന്റെ അകത്ത് അത്ഭുതങ്ങളുണ്ട്, വചനത്തിന്റെ അകത്ത് അടയാളങ്ങളുണ്ട്, വചനത്തിന്റെ അകത്ത് നിനക്ക് ഉയർച്ചയുണ്ട്. ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോ. നിന്റെ ലൈഫിനെ മാറ്റിമറിക്കുന്ന വചനത്തിന്റെ ജീവൻ നിന്നെ തൊടുക. ഉറച്ച തീരുമാനം എടുക്കേണ്ട സമയത്ത് ഉറച്ച തീരുമാനം എടുക്കണം. BC 606 നെബൂഖദ്നേസർ എന്ന ജാതീയ രാജാവ് യെരൂശലേമിനെ ആക്രമിച്ചു. അവിടെയുള്ള യഹൂദന്മാരെ ബാബിലോണിലേക്ക് അടിമയായി കൊണ്ടുപോകുമ്പോൾ ഒരു 16 വയസ്സോളം പ്രായമുള്ള ദാനിയേലിനെ കൊണ്ടുപോയി. ദാനിയേൽ എന്ന വാക്കിന്റെ അർത്ഥം ദൈവം എന്റെ ന്യായാധിപതി എന്നാണ്. അപ്പോൾ ദൈവമായി വളരെ ബന്ധമുള്ള ഒരു പേരാ ദൈവഭക്തന്റെ. എന്നാൽ ബാബേൽ അല്ലെങ്കിൽ ബാബിലോണിൽ ചെന്നപ്പോൾ അവിടത്തെ ആളുകൾ നെബൂഖദ്നേസർ തന്റെ പേര് മാറ്റി ബെൽസസർ എന്ന, അഥവാ ബേൽ ദൈവത്തിന്റെ പ്രഭു എന്ന പേരാക്കി. ബേൽ ദൈവത്തിന്റെ പ്രഭു അങ്ങനെയാക്കി. അവന്റെ ആരാധന മാറ്റാൻ ശ്രമിച്ചു. പേര് മാറ്റുക മാത്രമല്ല, ആരാധന മാറ്റാൻ ശ്രമിച്ചു. ആരാധന മാത്രമല്ല, ആഹാരം പോലും മാറ്റാൻ. അപ്പോൾ പേര് മാറ്റി ആരാധന മാറ്റാൻ ശ്രമിക്കുന്നു, ആഹാരം മാറ്റാൻ ശ്രമിക്കുന്നു. ദാനിയേൽ കാലുകുത്തിയ സ്ഥലം ഒരിക്കലും
ദൈവവചനത്തിന് അനുകൂലമാകുന്ന ഒരു സാഹചര്യം അവിടെ ഇല്ല. പ്രാർത്ഥിക്കുന്നവർക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമല്ലാതെ, ഒരു ആത്മീകന് വളരാൻ പറ്റിയ സ്ഥലമല്ല. അങ്ങനത്തെ ഒരു സാഹചര്യം ഒന്നും അവിടെ ഇല്ല. പ്രാർത്ഥനകളില്ല, ഉപവാസങ്ങളില്ല, അങ്ങനത്തെ ഒരു സാഹചര്യവും ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഈ പകല് വിശ്വസിച്ചോ? ഇത് പറയുമ്പോ തന്നെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം, വളരാൻ സാധ്യതയില്ലാത്ത ചില മേഖലക്കകത്താണ് നിൽക്കുന്നേ. ശബനഘടകസ്മര ഒറ്റ ആത്മീകനെ പോലും മുന്നോട്ട് വിടാതെ ആത്മീകത ഇല്ലാതാക്കുന്ന വളരാൻ അനുവദിക്കാത്ത ഒരു അന്തരീക്ഷത്തെ ഈ പകലത്തെ മീറ്റിംഗിൽ അത് പൊട്ടി മാറുക. ആമേൻ പറഞ്ഞു. ഈ മണിക്കൂറിൽ വചനം ആ അന്തരീക്ഷത്തെ ചേഞ്ച് ആക്കുകയാ. ആ അറ്റ്മോസ്ഫിയർ മാറാൻ പോകുകയാ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ രാജ്യത്തുള്ളവരെ ദൈവം തൊടുക, അന്യ സംസ്ഥാനങ്ങളിലുള്ളവരെ ദൈവം തൊടുക. കേരളത്തിന്റെ പല ജില്ലകളിൽ നിന്ന് കേൾക്കുന്നവരോട് ദൈവാത്മാവ് പറയുക, അന്യാരാധനയുടെ ബന്ധനങ്ങൾ, ആത്മീകന് വളരാൻ പറ്റാത്ത സിറ്റുവേഷൻ, നാട്ടിന്റെ നടുവിൽ എന്റെ ദൈവത്തിന്റെ വലിയ ഇടപെടൽ ഉണ്ടാകാൻ പോകുകയാ. യേശുവിന്റെ നാമത്തിൽ നീ അവിടെ വിജയിക്കാൻ പോകുകയാ. നിന്നെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുകയാ. ആ ദേശത്തിന് കർത്താവിന്റെ അത്ഭുത സാക്ഷിയാകാൻ പോകുകയാ. പലരും പരാജയപ്പെട്ടെടുത്ത് നീ വിജയിക്കാൻ പോകുകയാ. കരമടിച്ച് ആമേൻ പറഞ്ഞ് സ്വീകരിക്കാമെങ്കിൽ ഈ മണിക്കൂറുകളിൽ നീ കാലുകുത്തുന്ന ആ സ്ഥലത്ത്, ആ മണ്ണിൽ ഒരു വലിയ വിടുതൽ ഇപ്പോൾ കർത്താവ് തുറക്കുക. ദൈവശക്തി ഇറങ്ങുക. വചനത്തിന്റെ ജീവൻ വ്യാപരിക്കുക. വചനം പരക്കുകയാ. വചനം പ്രബലപ്പെടുക. കരമടിച്ച് ലജ്ജ കൂടാതെ ആത്മാവി സ്തുതിച്ചോ. ഉടമന ഘടക ഘടക വംശഭാര ഭീമ ശബ്ദരേ റബന ഘടക സ്മനാദി. ദാനിയേൽ കാലുകുത്തിയ സ്ഥലത്തുനിന്ന് കേൾക്കുന്നതും കാണുന്നതും, അവിടുത്തെ ആ കേൾക്കുന്നതും കാണുന്നതുമായ കാര്യങ്ങൾ നമ്മുടെ വിശ്വാസ കപ്പൽ തകർന്നു പോകുന്ന സംഭവങ്ങളാ. അതാണ് അവിടെ ഉള്ളത്. മാത്രമല്ല, ദൈവവചനത്തിന് വിരുദ്ധമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് അവിടെ ഉള്ളത്. മാത്രമല്ല, മന്ത്രവാദങ്ങളും ആഭിചാരങ്ങളും ശകുനവാദങ്ങളും ഒരു ശക്തമായ പൈശാചിക ആധിപത്യമുള്ള സ്ഥലത്ത് ദാനിയേൽ വിജയിക്കാൻ കാരണം തന്റെ ഉറച്ച തീരുമാനമാണ്. താൻ അവിടെ ഉറച്ച തീരുമാനം എടുത്തതുകൊണ്ട് രാജാവ് തന്റെ ആളുകൾക്ക് കത്തെഴുതുമ്പോൾ എഴുതിയ ഒരു വാചകമുണ്ട്. എന്തെന്നറിയാമോ? ദേവന്മാരുടെ ആത്മാവുള്ള ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ എന്ന്. അതിന്റെ അർത്ഥം രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവമുണ്ടെന്ന് രാജാവും അന്യജാതിക്കാരും തിരിച്ചറിഞ്ഞത് ദാനിയേലിന്റെ ഉറച്ച തീരുമാനത്തിലും ജീവിതത്തിലുമാണ്. അങ്ങനെയെങ്കിൽ ഈ രാവിലെ മനുഷ്യനെ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും മരണത്തിൽ നിന്നും വിടുവിക്കുന്ന ഒരു സഭ്യ ദൈവമുണ്ടെന്ന് നിന്റെ ദേശക്കാർ അറിയുന്നത് നിന്റെ ഉറച്ച തീരുമാനത്തിലും ജീവിതത്തിലുമാണെന്ന് മനസ്സിലാക്കുന്നവർ കരമടിച്ച് ആമേൻ പറഞ്ഞു. ഈ നിമിഷത്തിൽ എന്റെ കർത്താവ് വ്യക്തമായി ഇടപെടുകയാ. ആ ദേശത്ത് ഏതൊക്കെ സാഹചര്യങ്ങൾ എതിരാണെങ്കിലും അവിടെ പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കാൻ പോകുകയാ. തുരബന ഘടകമന ഹതുര പ്രവചന ക്ഷമാർത്ഥന രംഗതന. ഒരിക്കലും വളരാൻ ചാൻസ് ഇല്ലാത്ത ചില സാഹചര്യങ്ങളാണ് നീ കണ്ടോണ്ടിരിക്കുന്നത്, നീ കേട്ടോണ്ടിരിക്കുന്നത്. എന്നാൽ സഹോദരങ്ങളെ, സഹോദരിമാരെ, നിങ്ങൾ അവിടെ വിജയിക്കാൻ പോകയാ. ഈ മീറ്റിംഗിൽ കർത്താവ് നിന്നെ ശക്തിപ്പെടുത്താൻ പോകയാ. നീ ഒരു ഉറച്ച തീരുമാനത്തിലേക്ക് വാ. ഘടകം ഉറച്ച തീരുമാനം ദാനിയേൽ എടുക്കുമ്പോൾ, ഉറച്ച തീരുമാനമെടുക്കുമ്പോൾ അന്നത്തെ ഏറ്റവും ശക്തനായ രാജാവ് നെബൂഖദ്നേസർ പറയുക, ദേവന്മാരുടെ ആത്മാവുള്ള ജീവനുള്ള ദൈവത്തെ
ദൈവത്തിന്റെ ദാസനായ ദാനിയേൽ ഈ രാവിലെ ദൂതേറ്റെടുത്ത് പ്രാർത്ഥിച്ചു. ഈ ലൈവിൽ ഇരിക്കുന്ന ചിലരുടെ ജീവിതം ഇതുപോലെ ചേഞ്ച് ആകാൻ പോകയാ. മന്ത്രവാദികൾ പറയാൻ പോവുക, ദേശക്കാര് പറയാൻ പോകയാ. ഇതുപോലെ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു വ്യക്തി ഉണ്ടെന്ന് പറയുമാറ് എത്ര നിന്നെ തകർക്കാൻ നോക്കിയ അത്രത്തോളം വളർച്ച വരാൻ പോകയാ. കാഴ്ചപ്പാട് മാറാൻ പോകയാ. പലർക്കും ലഭിക്കാത്ത നിന്റെ കണ്ണുകളിൽ നീ ദൈവം കാണിക്കാൻ പോവുക. ഓ, കരമടിച്ച് ആമേൻ പറഞ്ഞു. ഉടവചനാധര വൈഡപ്രവചന ധൂരപ്രവചന അർദ്ധൽക്കമനഗജാനകരഗദന ഉടമനഘടക പ്രവചനഗജസ്. കരമടിച്ച് അന്യഭാഷ പറഞ്ഞ് ആ കെട്ടുകൾ പൊട്ടുക. വളരാൻ അനുവദിക്കാതെ, ഉയരാൻ അനുവദിക്കാതെ, പ്രാർത്ഥിക്കാൻ അനുവദിക്കാതെ, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മന്ത്രവാദങ്ങളും കൊണ്ട് ആമേൻ നിന്നെ അസ്വസ്ഥപ്പെടുത്തിയെങ്കിൽ ഈ പകലത്തെ മീറ്റിംഗിൽ നീ പുറത്തു വരിക തന്നെ ചെയ്യും. നീ പ്രയോജനപ്പെടാൻ പോകയാ. നിന്റെ ദൈവം ജീവനുള്ള ദൈവമാണെന്ന് ജാതികൾ അറിയാൻ പോകയാ. ഓ ശാബാല ഹംദൽക്കമന ചുടമനഘടകസ്മന. ദാനിയേലിന്റെ ഉറച്ച തീരുമാനത്തിനകത്ത് കണ്ടോ അവിടുത്തെ അന്തരീക്ഷം പൊളിയുക. ആഹാരം മാറ്റാൻ ശ്രമിച്ചു, ആരാധന മാറ്റാൻ ശ്രമിച്ചു, പേര് മാറ്റാൻ ശ്രമിച്ചു. എന്തൊക്കെ ശ്രമിച്ചാലും അവന്റെ തീരുമാനം മാറിയില്ല. അവൻ തീരുമാനമെടുത്തപ്പോൾ ദൈവം അവനെ സഹായിക്കാൻ വ്യക്തികളെ തൊട്ടു, വ്യക്തികളോട് ഇടപെട്ടു ദൈവം. ഈ രാവിലെ സമയം നീ സാഹചര്യം നോക്കി പേടിക്കണ്ട. ദൈവവചനപ്രകാരം കർത്താവിന്റെ ശബ്ദത്താൽ ഉറച്ച തീരുമാനത്തിലേക്ക് വാ. നിന്നെ സഹായിക്കാൻ അവൻ ചില വ്യക്തികളെ തടയും. ചില വ്യക്തികളോട് അവൻ ഇടപെടാൻ പോകയാ. നിനക്കെതിരായി പ്രവർത്തിക്കാൻ സാധ്യതയുള്ള ചിലരോട് ഇപ്പോൾ ദൈവം ഇടപെടുക. കരമടിച്ചോ, അന്യഭാഷ പറഞ്ഞു. അർത്ഥമനധര ജഗസ്മര ലജ്ജ കൂടാതെ ഈ വചനം ഏറ്റെടുത്ത് നിന്നോടുള്ള പ്രവചനമാ. വ്യക്തികളോട് ദൈവം സംസാരിക്കും. ദാനിയേൽ തീരുമാനമെടുത്തപ്പോൾ ദാനിയേലിന് വേണ്ടി ദൈവം അവിടുത്തെ ചില വ്യക്തികളോട് ഇടപെട്ടു. അവർ ദാനിയേലിന് അനുകൂലമായി. എന്താ കാരണം? തീരുമാനം ദൈവത്തിന് ഇഷ്ടപ്പെട്ടതുപോലെ. സാഹചര്യങ്ങളെ കണ്ട് പേടിച്ചില്ല, അന്യാരാധന കണ്ട് പേടിച്ചില്ല. പലതും അവന്റെ മുമ്പിൽ കൊണ്ടുവച്ചപ്പോൾ അവൻ അതൊക്കെ മാറ്റി നിർത്തത്തക്കവണ്ണം ദൈവത്തിന്റെ പ്രമാണത്തെ സൂക്ഷിക്കാൻ, വിശുദ്ധിയെ സൂക്ഷിക്കുവാൻ ദൈവത്താൽ എടുത്ത തീരുമാനത്തിൽ ആ ബാബിലോണിലേക്ക് ദൈവം ഇറങ്ങി. ആ കോട്ടയ്ക്കകത്തേക്ക് ദൈവം ഇറങ്ങി. തീരുമാനം ഉറച്ചതാണോ? എന്റെ ദൈവം നിനക്ക് വേണ്ടി അവിടെ ഇറങ്ങാൻ പോകയാ. റമന ഘടകമന റബനഗസ്മന. നീ എടുത്ത ഉറച്ച ദൈവിക തീരുമാനത്തിനെതിരെ ചലിക്കാൻ ഒരു വ്യക്തിയെയോ ശക്തിയെയോ ഇനി അനുവദിക്കത്തില്ല. കരമടിച്ച് ഇതൊരു വിടുതലിന്റെ ദൂത. നിന്റെ ജീവിതം ചേഞ്ചാകും. ഉടമ ശംധന രഗദന വൈശസ്മനയ ലമാർത്ത സിയാംബൽ കമന ഘടകം ഉടജാല ഘടക മന ഗധുര പ്രവചന. ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോ. ശൈതാരബന ഹംദൽ പ്രവചന റബന ഘടക സ്മനാദി അന്തര. എത്ര പേര് വിശ്വസിക്കും? ജീവിതത്തിൽ നാം എടുക്കേണ്ട തീരുമാനങ്ങൾ ദൈവഹിതമാകണമെങ്കിൽ, അല്ലെങ്കിൽ ദൈവഹിതമാണെങ്കിൽ അതിന്റെ ഫലവും അനുകൂലമായിരിക്കും. ജീവിതത്തിൽ നാം എടുക്കുന്ന തീരുമാനങ്ങൾ ദൈവഹിതമാണെങ്കിൽ അതിന്റെ ഫലവും അനുകൂലമായിരിക്കും. എന്നാൽ നാം എടുക്കുന്ന തെറ്റായ തീരുമാനങ്ങളാണെങ്കിൽ വലിയ പരാജയത്തിലേക്ക് എത്തിച്ചേരും. പല ജീവിതത്തിലും നാളുകൾ കൊണ്ട് പരാജയം സംഭവിക്കാൻ കാരണം എടുത്ത തീരുമാനങ്ങൾ തെറ്റായി പോയി. നിങ്ങൾ വേദപുസ്തകത്തിൽ മനസ്സിലാക്കണം, ആരംഭം മുതൽ നമ്മൾ ഈ വചനങ്ങൾ മനസ്സിലാക്കുമ്പോൾ ദൈവഹിതത്തിന് വിരുദ്ധമായി മനുഷ്യനെടുത്ത തീരുമാനങ്ങളിൽ ജീവിതത്തിൽ വലിയ പരാജയത്തിലെത്തി. അങ്ങനെ നമുക്ക് കാണാൻ പറ്റും. ഒത്തിരി പേര് പരാജയപ്പെട്ടു. എടുത്ത തീരുമാനം തെറ്റായിപ്പോയി. സാഹചര്യങ്ങളിൽ സമ്മർദ്ദം വന്നപ്പോൾ പെട്ടെന്നെടുത്ത തീരുമാനത്തിൽ അവർ പരാജയപ്പെട്ടു പോയി. ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ ദൈവമായിട്ടുള്ള ആദ്യത്തെ അഭിമുഖ സംഭാഷണം ഉൽപ്പത്തി 2:16 നമുക്കത് കാണാം. ഇങ്ങനെയാണ്: തോട്ടത്തിൽ സകല വൃക്ഷങ്ങളുടെ ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ
നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും നിശ്ചയം. ഓ, മനുഷ്യന് തോട്ടത്തിന്റെ അകത്ത് സന്തോഷവും സമാധാനവും ദൈവത്തോടുള്ള കൂട്ടായ്മയും തനിക്ക് സമൃദ്ധമായി ജീവിക്കാനുള്ള സകല സാഹചര്യങ്ങളുണ്ടായിരുന്നു. അധികാരം, തേജസ്, സാദൃശ്യം, സ്വരൂപം, ജീവശ്വാസം, അങ്ങനെ എല്ലാ അനുഭവത്തോടെ തോട്ടത്തിൽ കഴിഞ്ഞതെന്നാൽ ദൈവം പറഞ്ഞതിന് വിരുദ്ധമായി തെറ്റായ തീരുമാനങ്ങൾ എടുക്കാൻ പിശാച് പ്രേരിപ്പിച്ചപ്പോൾ അതിൽ കുരുങ്ങി അവർ എടുത്ത തെറ്റായ തീരുമാനത്തിൽ തനിക്ക് ഇന്ന് വരെ ഉണ്ടായ എല്ലാ അനുഭവങ്ങളും അനുഗ്രഹങ്ങളും നഷ്ടമായി. ചുരുക്കി പറഞ്ഞാൽ തോട്ടം തനിക്ക് നഷ്ടമായി. ഓ, ദൈവിക ബന്ധം നഷ്ടപ്പെട്ടുപോയി. ഈ പകലിൽ നിന്റെ ജീവിതത്തിന്റെ നിർണായക സമയത്ത് എടുത്ത തെറ്റായ തീരുമാനങ്ങൾ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചു. ഓ, സന്തോഷവും സമാധാനവും സമൃദ്ധിയും അഭിഷേകവും അധികാരവും നഷ്ടപ്പെട്ടുപോയി. തുറന്ന് സമ്മതിക്കാൻ മനസ്സുണ്ടെങ്കിൽ ഒരു പുതിയ അധ്യായം എന്റെ ദൈവം നിന്നിൽ തുടങ്ങാൻ പോകയാ. ഓ, എടുത്ത തെറ്റായ തീരുമാനങ്ങളിൽ അഭിഷേകം നഷ്ടപ്പെട്ടു പോയ ചിലരിനകത്ത് ഇരിപ്പുണ്ട്. അധികാരം നഷ്ടപ്പെട്ടു പോയ ചിലരിപ്പുണ്ട്. വ്യക്തമായി കർത്താവ് നിന്നെ പല കാഴ്ചകളും കാണിച്ചതാ. ഇപ്പോൾ അതെല്ലാം മങ്ങിപ്പോയി, ഒന്നും കാണാൻ പറ്റുന്നില്ല. നെഗറ്റീവായ ചിലത നീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് സമർപ്പിക്കാമെങ്കിൽ ഒരു പുതിയ അധ്യായം എന്റെ കർത്താവ് ഈ മണിക്കൂറിൽ തുറക്കുകയാ. അധികാരം മടങ്ങി വരികയാ. ഓ, അഭിഷേകം മടങ്ങി വരികയാ. സന്തോഷവും സമൃദ്ധിയും മടങ്ങി വരികയാ. യേശുവിന്റെ നാമത്തിൽ പിടിച്ചിരുത്തി കളഞ്ഞതുപോലെ നിന്റെ ജീവിതത്തിൽ ഇരുന്നുപോയ മേഖലക്കകത്തുനിന്ന് യേശുവിൻ നാമത്തിൽ എഴുന്നേറ്റുവാ. എല്ലാവരും ചേർന്ന് കരമടിച്ച് സന്തോഷത്തോടെ ആരാധിച്ച് ഒന്ന് ഏൽപ്പിച്ച് സമർപ്പിച്ചു കൊടുത്ത് തെറ്റായ തീരുമാനങ്ങളിൽ പരാജയപ്പെട്ടു പോയ കുടുംബമേ, നിന്റെ ലൈഫിനെ അവിടെ തകരത്തില്ല. സമർപ്പിക്ക്, ഏറ്റുപറയ്. നിന്നെ ദൈവം പുറത്തെടുക്കുകയാ, പരാജയത്തിന് പുറത്തെടുക്കുക. ചില കുടുംബ ജീവിതത്തിൽ പറ്റിയ പരാജയം മാറാൻ പോകുകയാ. ഓ, വിവാഹത്തുള്ള ബന്ധത്തിൽ പറ്റിയ ചില പരാജയങ്ങളുടെ കയ്പ് നീരുകൾ ഈ മണിക്കൂറിൽ മാറുകയാ. കർത്താവിന്റെ സ്പർശനം ഈ ലൈവിൽ നടക്കുന്നു, കുടുംബങ്ങളിൽ നടക്കുന്നു. ശക്തമായിട്ടങ്ങ് വചനത്തിന്റെ പ്രവചന ദൂത് സ്വീകരിച്ചോ. നിന്നോട് ദൈവം ഇടപെടുക സഹോദരി. ആത്മാവ് പ്രവചിക്കുക. എടുത്ത തീരുമാനങ്ങളിൽ നിന്റെ മക്കൾ അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ടല്ലോ, അത് ഈ മണിക്കൂറിൽ കർത്താവ് മാറ്റാൻ പോകുന്നെന്ന് പറയുന്നു. ഓ, റബന ഹദര ഷമാർത്തന രഗദന. ശക്തിയോടെ ആരാധിച്ചേ. ജീവിതത്തിൽ എടുക്കുന്ന തെറ്റായ തീരുമാനങ്ങൾ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കും. എന്നാൽ മടങ്ങി വന്നാൽ അത്ഭുതം സംഭവിക്കാൻ പോവുകയാ. ഓ, മടങ്ങി വന്നാൽ അത്ഭുതം നടക്കാൻ പോവുകയാ. രൂത്തിന്റെ പുസ്തകത്തിൽ ഒരു ചരിത്രം നമുക്കറിയാം അല്ലേ? രൂത്തിന്റെ പുസ്തകത്തിൽ നവാമിയുടെ ചരിത്രം നമുക്ക് കാണാം. എടുക്കേണ്ട തീരുമാനം എടുക്കാത്തത് കൊണ്ട് 10 വർഷത്തെ ഒരു കഷ്ടതയുടെ ജീവിതം മോവാബിൽ. ഭർത്താവും 2 മക്കളും നഷ്ടപ്പെട്ടു അല്ലെ? എടുത്ത തീരുമാനം തെറ്റായിപ്പോയി. പ്രാർത്ഥിക്കുന്നവളാ നവാമി. നവാമിയുടെ ആരാധന ശക്തമാ, ഭയങ്കര സാക്ഷ്യമുള്ളവളാ, ഒരുപാട് പേർക്ക് വേണ്ടി ഇടിവിൽ നിന്നവളാ, ഒരു കൊയ്ത്തിന് വേണ്ടി ആഗ്രഹിച്ചവളാ, വലിയ ഉണർവിന് വേണ്ടി ആഗ്രഹിച്ചവളാ. എന്ന ചെറിയ ചില പ്രതികൂല സാഹചര്യം ബെത്ലഹേമിൽ വന്നപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് ആലോചന ചോദിക്കേണ്ടതിന് പകരം തെറ്റായ തീരുമാനമെടുത്തു. അതുകൊണ്ട് സംഭവിച്ചത് വലിയ നഷ്ടങ്ങളാ.
എന്നാൽ മടങ്ങിക്കേറാൻ സമയമായി. ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചു എന്ന വാർത്ത മോവാബ് പ്രദേശത്ത് വച്ച് കേട്ടവൾ മടങ്ങി വരികയാ. മടങ്ങി വന്നപ്പോ കണ്ടത് എല്ലാം പകർന്നു കിടക്കുന്നല്ല, യവക്കൊയ്ത്തിന്റെ ആരംഭത്തിലേക്ക് എത്തിയപ്പോൾ തന്നെ ദൈവം അവളെ മടക്കി കൊണ്ടുവരികയാ. ദൈവശബ്ദം കേട്ടവള് മടങ്ങി വരുക. കാരണം നാളുകൾ കൊണ്ട് അവള് ബെത്ലഹേമിൽ പ്രാർത്ഥിച്ചതാ ഒരു വലിയ കൊയ്ത്ത്. എന്നാൽ അത് നഷ്ടപ്പെടാൻ ദൈവം അനുവദിച്ചില്ല. അവളെ മടക്കി കൊണ്ടുവരികയാ. ഈ രാവിലെ സമയം ചിലര് ദൈവാത്മാവ് ഇന്നലകളിൽ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന കഴിഞ്ഞു, നീ അത് മറന്നുപോയി കാണും. എന്നാൽ ആ ഒരു പ്രാർത്ഥനാ വിഷയത്തിന്റെ മറുപടിയിലേക്ക് നീ കയറുക.